ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിൻ്റെ മലയാളം അർദ്ധവാർഷിക മൂല്യനിർണ്ണയം 2023-24. അതായത് ഇപ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമിന് 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വന്നിട്ടുണ്ടായിരുന്ന മലയാളം ചോദ്യ പേപ്പറും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നിർദ്ദേശങ്ങൾ വായിച്ചു നോക്കാം. താഴെ കൊടുത്തിട്ടുള്ള 6 പ്രവർത്തനങ്ങൾ. ഒന്നാമത്തെ പ്രവർത്തനത്തിന് നിർബന്ധമായും ഉത്തരം എഴുതണം. 2 മുതൽ 6 വരെ പ്രവർത്തനങ്ങളിൽ 4 പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. ഒന്നാമത്തെ പ്രവർത്തനത്തിന് നിർബന്ധമായും എല്ലാവരും എഴുതേണ്ടതാണ്. അതിനുശേഷമുള്ള 2 മുതൽ 6 വരെ ഉള്ളതിൽ ഏതെങ്കിലും 4 എണ്ണം. അപ്പോൾ മൊത്തത്തിൽ 5 പ്രവർത്തനങ്ങൾ മാത്രം എഴുതിയാൽ മതി. മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഈ സമയം ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാതാണ്. കൂൾ ഓഫ് ടൈം ഉണ്ട്. ആ സമയത്ത് നമ്മൾ നന്നായിട്ട് തന്നിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ വായിക്കാനുള്ളതാണ്. ഉത്തരം എഴുതിയാൽ കൂടുതൽ സ്ഥലം ആവശ്യമെങ്കിൽ കുട്ടികൾക്ക് അധികം കടല ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്രവർത്തനങ്ങൾ ഓരോന്നായി നോക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. അവിയൽ. മലയാളികളുടെ ഇഷ്ടവിഭവമാണ് അവിയൽ. അത്യന്തം സ്വാദിഷ്ടവും പോഷകപ്രദവുമായ വിഭവമാണിത്. അവിയൽ ഉണ്ടായതിനെപ്പറ്റി ധാരാളം ഐതിഹ്യങ്ങളും കഥകളുമുണ്ട്. അതിലെ ഒരു കഥയാണിത്. അപ്പം അവിയൽ എന്ന് പറയുന്ന ആ ഭക്ഷണ പദാർത്ഥത്തിൻ്റെ ഉത്ഭവം, അതിനെക്കുറിച്ചിട്ട് ഒരുപാട് കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ ഉണ്ട്. അതിലത്തെ ഒരു കഥയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ കവിയായിരുന്നു ഇരിയമ്മൻ തമ്പി. ഒരിക്കൽ കൊട്ടാരത്തിൽ സദ്യ നടന്നപ്പോൾ കറി തികയാതെ വന്നു. പാചകശാലയിൽ ചെന്ന ഇരിയമ്മൻ തമ്പി അരിഞ്ഞുകൂട്ടിയ പലതരം പച്ചക്കറികളുടെ കഷ്ണങ്ങൾ കണ്ടു. അതെല്ലാം കൂടി ഒരു വലിയ ചെരുവത്തിലിട്ട് വേവിച്ച് എരിശ്ശേരി ഉണ്ടാക്കാൻ നോക്കി. എന്നാൽ അത് വേറെ ഒരു കറിയായി. ഊണിന് വിളമ്പി. നല്ല രുചിയും മണവുമുള്ള കറി എല്ലാവർക്കും ഇഷ്ടമായി. പുതിയ വിഭവത്തിന് പിടിവലിയായി കൂടുതൽ സ്വാദോടെ ഈ വിഭവം വീണ്ടും ഉണ്ടാക്കി. അതിന് അവിയൽ എന്ന് പേരിടുകയും ചെയ്തു. അപ്പോൾ അവിയൽ എന്ന് പറയുന്ന ആ ഭക്ഷണ പദാർത്ഥത്തിൻ്റെ ഉത്ഭവത്തിൻ്റെ ഒരു ചെറിയൊരു കഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചേന, മുരിങ്ങക്കായ, ക്യാരറ്റ്, കുമ്പളങ്ങ, പടവലങ്ങ, പച്ചപ്പയർ, ബീൻസ്, വെള്ളരിക്ക, പാവയ്ക്ക, നേന്ത്രക്കായ, പച്ചമുളക് തുടങ്ങിയ വിവിധ ഇനം പച്ചക്കറികളും അവിയലിൽ ചേർക്കാം. എല്ലാം നീളത്തിലാണ് അരിയേണ്ടത്. അപ്പോൾ ഇവിടെ അവിയലിനെ കുറിച്ചിട്ടുള്ള ഒരു പാരഗ്രാഫ്, ഒരു ഖണ്ഡികയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അരിഞ്ഞ പച്ചക്കറി മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിക്കുന്നു. വെന്തു കഴിഞ്ഞാൽ തൈര് ഒഴിക്കുന്നു. ചില സ്ഥലങ്ങളിൽ തൈരിനു പകരം പച്ചമാങ്ങ ചേർത്തും അവിയൽ ഉണ്ടാക്കാറുണ്ട്. തുടർന്ന് തേങ്ങ, ജീരകം, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചതച്ചിടുന്നു. വാങ്ങിവെച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അവിയൽ തയ്യാർ. ചുരുവും എന്ന് പറഞ്ഞിട്ടുള്ള മുകളിലും അടിയിലും വിസ്താരമുള്ള വലിയ പാത്രം എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചുരുവിൽ വെച്ചിട്ടാണ് പാചകക്കാരൻ അവിയൽ എന്ന് പറയുന്ന ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കിയതെന്ന്. അപ്പം ഇങ്ങനെയാണ് അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഏത് വിഭവം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവിയൽ ഉണ്ടായത്? ഏത് വിഭവമാണ്? എരിശ്ശേരി ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴാണ്. ഉത്തരം എരിശ്ശേരി. രണ്ടാമത്തെ ചോദ്യം, വിവരണത്തിൽ അങ്ങേയറ്റം എന്ന പദത്തിനു പകരം ഉപയോഗിച്ചിരിക്കുന്ന പദമേത്? ഏതാണ്? അത്യന്തം. ഉത്തരം അത്യന്തം. മൂന്നാമത്തേത്, പുതിയ വിഭവത്തിന് ആവശ്യക്കാർ തിരക്കുകൂട്ടി എന്ന് സൂചിപ്പിക്കുന്ന പ്രയോഗമേത്? ഏതാണ്? പിടിവലിയായി എന്നതാണ് ഉത്തരം. നാലാമത്തെ ചോദ്യം, അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്നു. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ചേന, മുരിങ്ങക്കായ, ക്യാരറ്റ്, കുമ്പളങ്ങ, പടവലങ്ങ, പച്ചപ്പയർ, ബീൻസ്, വെള്ളരിക്ക, പാവയ്ക്ക, നേന്ത്രക്കായ, പച്ചമുളക് തുടങ്ങിയ വിവിധ ഇനം പച്ചക്കറികൾ അവിയലിൽ ചേർക്കാം. എല്ലാം നീളത്തിലാണ് അരിയേണ്ടത്. അരിഞ്ഞ പച്ചക്കറി മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിക്കുന്നു. വെന്തു കഴിഞ്ഞാൽ തൈര് ഒഴിക്കുന്നു. ചില സ്ഥലങ്ങളിൽ തൈരിന് പകരം പച്ചമാങ്ങ ചേർത്തും അവിയൽ ഉണ്ടാക്കാറുണ്ട്. തുടർന്ന് തേങ്ങ, ജീരകം, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചതച്ചിടുന്നു. വാങ്ങിവെച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അവിയൽ തയ്യാർ. അപ്പോൾ ഇത് നമുക്ക് എഴുതാവുന്നതാണ്. ഇനി അഞ്ചാമത്തെ ചോദ്യം, അവിയൽ സ്വാദിഷ്ടവും പോഷകപ്രദവുമായ വിഭവമായി കണക്കാക്കാൻ കാരണം എന്താണ്?
അവിടെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പരിപ്പ്, വെണ്ടക്ക തുടങ്ങിയവ അവിയലിൽ ഉൾപ്പെടുത്തിയതിനാൽ, പലതരം പച്ചക്കറികൾ, തൈര്, ജീരകം, തേങ്ങ, കറിവേപ്പില തുടങ്ങിയവ ഉൾപ്പെടുത്തുന്നതിനാൽ, തൈര് മാത്രം കൊണ്ടുണ്ടാക്കുന്നതിനാൽ, വിവിധ ഇനം മസാലക്കൂട്ടുകൾ ചേർക്കാത്തതിനാൽ. അപ്പോൾ ഏതാണ് ഇതിൽ ഉത്തരം? ഉത്തരം ബി ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. പലതരം പച്ചക്കറികൾ, തൈര്, ജീരകം, തേങ്ങ, കറിവേപ്പില തുടങ്ങിയവ ഉൾപ്പെടുന്നത് കൊണ്ടാണ് അവിയൽ സ്വാദിഷ്ടവും പോഷകപ്രദവുമായ വിഭവമെന്ന് കണക്കാക്കുന്നത്. പ്രവർത്തനം 2. പോസ്റ്റർ തയ്യാറാക്കാം. ഭക്ഷ്യവിഷബാധ, കുട്ടികൾ ആശുപത്രിയിൽ. തോട്ടങ്ങളിൽ വ്യാപകമായ എൻഡോസൾഫാൻ പ്രയോഗം. പച്ചക്കറികളിൽ വ്യാപകമായ കീടനാശിനി പ്രയോഗം. 500 കിലോഗ്രാം ഫോർമാലിൻ കലർന്ന മത്സ്യം പിടിച്ചു. മാറാരോഗങ്ങൾ പെരുകുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് പത്രവാർത്തകളുടെ തലക്കെട്ടുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചില പത്രവാർത്തകളുടെ തലക്കെട്ടുകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ആരോഗ്യത്തിന് ഹാനികരമായ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. സമൂഹത്തെ ബോധവൽക്കരിക്കാൻ സഹായിക്കുന്ന പോസ്റ്റർ തയ്യാറാക്കും. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? സമൂഹത്തിനെ ബോധവൽക്കരിക്കാൻ എങ്ങനെയാണ് ഇതിൽ നിന്നൊക്കെ സമൂഹത്തിന് ഒരു നല്ലൊരു മെസ്സേജ്, ഒരു സന്ദേശം കൊടുക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സമൂഹത്തിനെ ബോധവൽക്കരിക്കാൻ സഹായിക്കുന്ന ഏതൊരു പോസ്റ്ററും നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു മോഡൽ എന്നുള്ള രീതിയിലാണ് ഇവിടെ വൃത്തിശീലമാക്കൂ, രോഗം ഒഴിവാക്കൂ, ശുചിത്വ മഹത്വം എന്നത് കൊടുത്തിട്ടുള്ളത്. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ആകർഷകമായിട്ടുള്ള രീതിയിൽ എഴുതാൻ ശ്രമിക്കുക, നല്ല വൃത്തിയിൽ എഴുതാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ തലക്കെട്ട് മനോഹരമാക്കുക. അതുപോലെ തന്നെ വരക്കാൻ കഴിയുന്ന കുട്ടികളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ചിത്രങ്ങൾ വരക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് പോസ്റ്റർ നിർമ്മാണത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഈ പ്രവർത്തനം 3 ആത്മകഥയാണ്. എന്നെ തൂക്കിക്കല്ലേ. വളരെ നേരിയ ശബ്ദത്തിലുള്ള തൂമ്പയുടെ കരച്ചിൽ ആരു കേൾക്കാൻ? ഇരുമ്പ് പണിക്കാരൻ്റെ ആലയിൽ നിന്ന് തോളിലേറ്റിയാണ് എന്നെ നാണുവേട്ടൻ കൊണ്ടുപോയത്. എന്തൊരു സ്വീകരണമായിരുന്നു! പാടങ്ങളും പറമ്പുകളും കിളച്ചുമറിച്ച സുവർണകാലം. പൊന്നുപോലെ പരിപാലിച്ചവർ. കല്ലിൽ തട്ടി വക്കു മടങ്ങിയപ്പോൾ ഉണ്ടായൊരു വേദന. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. വേദനിപ്പിച്ചതും സന്തോഷിപ്പിച്ചതും തൂമ്പ തൻ്റെ ജീവിതമോർത്തു. തൂമ്പയുടെ ആത്മകഥ എഴുതുക. അപ്പോൾ എന്താണ് ഇവിടെ തൂമ്പയുടെ ആത്മകഥ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് തൂമ്പയുടെ ആത്മകഥ എഴുതാം? ഇരുമ്പ് പണിക്കാരൻ്റെ ആലയിൽ പുതിയ തൂമ്പയായി ഞാൻ 2 ദിവസം ഇരുന്നു. 3-ാം ദിവസം എന്നെ നാണുവേട്ടൻ വാങ്ങി ഈ വീട്ടിൽ എത്തിച്ചു. തെങ്ങിന് തടമെടുക്കാനും ചാല് കീറാനും കിണർ കുഴിക്കാനും വാഴക്കുഴി കുത്താനും എല്ലാത്തിനും എന്നെ വേണം. പണി കഴിഞ്ഞാൽ എന്നെ കഴുകി വൃത്തിയാക്കി വീടിന് പുറകിൽ കൊണ്ടുപോയി വയ്ക്കും. എല്ലാവർക്കും എന്നെ വേണം. ഞാനായിരുന്നു ആ വീട്ടിൽ ഏറ്റവും ഉപയോഗമുള്ള വസ്തു. ഇന്ന് കൃഷി കുറഞ്ഞു. എന്നെ ഇപ്പോൾ ആരും എടുക്കാറേയില്ല. എൻ്റെ ദേഹത്ത് തുരുമ്പ് കയറി തുടങ്ങി. ഇന്നലെ പഴയ മാർക്കറ്റ് കച്ചവടക്കാർ പഴയ ഇരുമ്പ് കസാര തൂമ്പ കൊടുക്കാനുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്നത് ഞാൻ പേടിയോടെയാണ് കേട്ടത്. ഇന്നിതാ അവർ വീണ്ടും വന്നിരിക്കുന്നു. എന്നെയും തൂക്കി വിൽക്കുമോ? ഞാൻ പേടിച്ചു കരഞ്ഞുപോയി. അപ്പോൾ ഇങ്ങനെ നമുക്ക് തൂമ്പയുടെ ആത്മകഥ എഴുതാവുന്നതാണ്. ഇനി പ്രവർത്തനം 4 വിളംബരം തയ്യാറാക്കാം എന്നതാണ്. GLP സ്കൂൾ കനകമലയുടെ 100-ാം വാർഷികം അതിഗംഭീരമായി ആഘോഷിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കുമായുള്ള കായികമേളം സംഘടിപ്പിക്കുന്നു. 2023 ഡിസംബർ 20 ബുധനാഴ്ച രാവിലെ 9 മണിക്ക് പ്രമുഖ ഇന്ത്യൻ ഹോക്കി താരം ശ്രീ PR ശ്രീജേഷ് ആണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. സ്കൂൾ മൈതാനത്ത് വെച്ച് നടക്കുന്ന കായികമേള ജനങ്ങളെ അറിയിക്കുന്നതിനായി ഒരു വിളംബരം തയ്യാറാക്കും. അപ്പോൾ ഇവിടെ കായികമേളം എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വിളംബരം തയ്യാറാക്കാനാണ് പ്രവർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. ആദ്യം ഒരു ബോക്സ് ഒക്കെ വരക്കണം. അതിനുശേഷം വിളംബരം ഡും 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 കായികമേളം 2023 GLP സ്കൂൾ കനകമലയുടെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾ വിദ്യാർത്ഥികൾക്കുമായി കായികമേള നടത്തുന്നു. 2023 ഡിസംബർ 20 ബുധനാഴ്ച രാവിലെ 9 മണിക്ക്. അപ്പോൾ ദിവസവും അതുപോലെ തന്നെ സമയവും എല്ലാം കുറച്ച് വലുതാക്കി എഴുതുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ കായികമേള എന്നതും വലുതാക്കിയിട്ട് തന്നെ എഴുതണം.
ഇനി അതിന് ശേഷം താഴെ ഉദ്ഘാടനം ശ്രീ PR ശ്രീജേഷ്, അതായത് എന്നിട്ട് അയാൾ ആരാണെന്ന് താഴെ എഴുതുക. മുൻ ഇന്ത്യൻ ഹോക്കി താരം. എല്ലാവർക്കും സ്വാഗതം, പങ്കെടുക്കുക, വിജയിപ്പിക്കുക, വാർഷികാഘോഷ കമ്മിറ്റി. അത് നമ്മൾ സൈഡിലാണ് എഴുതേണ്ടത്. അങ്ങനെയാണ് നമ്മൾ വിളംബരം എഴുതേണ്ടത്. ഇനി പ്രവർത്തനം 5 വരികൾ കൂട്ടിച്ചേർക്കാം എന്നതാണ്. ഇവിടെ 4 വരി കൊടുത്തിട്ടുണ്ട്. അഴകേറുന്നൊരു കേരള നാടിൻ കാഴ്ചകൾ കാണാൻ എന്തു രസം, കുന്നും പുഴയും മാമണിമേടും പച്ച പുതച്ചൊരു നെൽവയലും. ഇനിയുള്ള കുറച്ച് വരികൾ കൂട്ടിച്ചേർക്കുക. അതുപോലെ തന്നെ കവിതയ്ക്ക് ഉചിതമായ തലക്കെട്ടും നൽകണേ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബാക്കിയുള്ള കുറച്ച് വരികളും അതോടൊപ്പം തന്നെ ഒരു തലക്കെട്ടും കൊടുക്കാനാണ് പ്രവർത്തനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് എന്തെഴുതാവുന്നതാണ്? നെന്മണി കൊത്തും പാറിയിടും പച്ച തത്തകൾ തൻകൂട്ടം, വരി വരി നിരയായി ചന്തത്തിൽ റബ്ബറിൻ തോട്ടം എന്തുരസം. നെന്മണി കൊത്തി പാറിയിടും പച്ച തത്തകൾ കൂട്ടം, വരിയായി നിരയായി ചന്തത്തിൽ റബ്ബറിൻ തോട്ടം എന്തുരസം. ജൂണിൽ പെയ്യും വർഷമഴ, കുട്ടികൾ തോണി കളിക്കുന്നു, അറബിക്കടലിൻ തീരത്തായി തെങ്ങുകൾ പീലികൾ വീശുന്നു. ഇനി നമുക്ക് എന്ത് എഴുതാം? തലക്കെട്ടായിട്ട് നമുക്ക് എന്തു രസം കേരളം, അല്ലെങ്കിൽ കേരളം എന്തു സുന്ദരം എന്നതൊക്കെ നമുക്ക് തലക്കെട്ടായിട്ട് എഴുതാവുന്നതാണ്. പ്രവർത്തനം 6 അവസാനത്തെ പ്രവർത്തനമാണ് ആസ്വാദനക്കുറിപ്പ്. പുഴയിൽ കുളിക്കാൻ പോയപ്പോഴാണ് കിച്ചുവിന് കുഞ്ഞുമീനിനെ കിട്ടിയത്. തോർത്തുമുണ്ടുകൊണ്ട് കോരിയെടുത്തതാണ്. കൂടെയുണ്ടായിരുന്ന മീനുകളെല്ലാം ഞൊടിയിടയിൽ തെന്നിമാറി. കുഞ്ഞുമീൻ മാത്രം തോർത്തിൽ കുടുങ്ങി. കിച്ചു കുഞ്ഞുമീനിനെ ചില്ലുഭരണിയിലെ വെള്ളത്തിലിട്ടു. തിളങ്ങുന്ന ചെതമ്പലുകളുള്ള ചന്തമുള്ള മീൻ അരിമണി തിന്നാൻ കൊടുത്തു. കുഞ്ഞുമീൻ അത് കണ്ടതായി പോലും ഭാവിച്ചില്ല. 2 ദിവസം കഴിഞ്ഞിട്ടും കുഞ്ഞുമീൻ ഒന്നും തിന്നില്ല. എപ്പോഴും ഒരേ നിൽപ്പ്. നീന്താറുമില്ല, മുങ്ങാൻ കുഴിയിടാറുമില്ല. നിനക്ക് എന്തു പറ്റി? കിച്ചു ചോദിച്ചു. അതിനൊരു മറ്റു ചോദ്യമായി കുഞ്ഞുമീൻ ചോദിച്ചത്, നീ ഇന്ന് എന്തെല്ലാം കാഴ്ചകൾ കണ്ടു? കിച്ചു അവൻ കണ്ട കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അങ്ങാടിയിൽ പോയതും വണ്ടികൾ കണ്ടതും സ്കൂളിൽ കൂട്ടുകാരുമായി കളിച്ചതും മഴവെള്ളത്തിൽ കടലാസ് തോണി ഇറക്കിയതും എല്ലാം അവൻ പറഞ്ഞു. എൻ്റെ കാര്യമോ? വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? എൻ്റെ കൂട്ടുകാരെല്ലാം പുഴയിൽ എന്തെല്ലാം കാഴ്ചകൾ കാണുന്നുണ്ടാകും. അവർ എന്തെല്ലാം കളികൾ കളിക്കുന്നുണ്ടാകും. കുഞ്ഞുമീൻ സങ്കടപ്പെട്ടു. കിച്ചുവിനും അത് കേട്ട് സങ്കടമായി. അവൻ ചില്ലുഭരണിയുമെടുത്ത് പുഴവക്കത്തേക്ക് നടന്നു. കഥ വായിച്ചല്ലോ, കഥയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം. അപ്പം നമുക്ക് നോക്കാം. കുഞ്ഞുമീനിൻ്റെ കഥ വായിച്ചു. നല്ല രസമുള്ള കഥയാണ്. കിച്ചുവും കുഞ്ഞുമീനുമാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ. പുഴയിൽ കുളിക്കാൻ പോയപ്പോൾ കിച്ചു ഒരു കുഞ്ഞുമീനെ പിടിച്ചു. ഒരു അക്വേറിയത്തിൽ ഇട്ടു വളർത്തി. പക്ഷേ ആ മീൻ ഒന്നും തിന്നാതെ സങ്കടപ്പെട്ട് ഇരുന്നു. അതിൻ്റെ ദുഃഖം കണ്ട് മനസ്സലിഞ്ഞ കിച്ചു അതിനെ തിരിച്ചു പുഴയിലേക്ക് തന്നെ വിട്ടു. ഈ കഥ വായിക്കുമ്പോൾ നമ്മൾ മീനിനെ പിടിച്ചു കുപ്പിയിലിട്ട് വളർത്താൻ നോക്കുന്നതും 2 ദിവസം കഴിയുമ്പോൾ മീൻ ചത്തുപോകുന്നതുമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നല്ല രസമുള്ള ഈ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിലെ കിച്ചു ഒരു നല്ല കുട്ടിയാണ്. ഇനിയും നിങ്ങൾക്കിത് കൂടുതലായിട്ട് വിവരിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പം ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു ഇപ്രാവശ്യത്തെ മലയാളം ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഉത്തരങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളും അതുപോലെ തന്നെ ഉത്തരങ്ങളും എല്ലാം കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.